നമുക്ക് എച്ച് സി വർമ്മ സീരീസിലെ ഫസ്റ്റ് ലെക്ചറാണിത്. ഇതിൽ ഞാൻ എച്ച് സി വർമ്മയുടെ എല്ലാ ചാപ്റ്റേഴ്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. തിയറി അല്ല, പ്രോബ്ലംസ് ആണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിക്കില്ല, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് തന്നെ നിങ്ങൾ നോക്കണം. അപ്പം ഇപ്പം നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്താണ്? വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ആണ്. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ഇത് ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്സ് ആണ്. അപ്പം നമുക്കിത് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ 1 ആണ് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനുശേഷം നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ജി എ. അപ്പം ജിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഇക്വേഷനാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം? എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ. ഇതാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതെന്താണ് അത് തിയറി പറഞ്ഞിരിക്കുന്നത്? രണ്ട് ബോഡി ഓഫ് മാസസ് m1 ആൻഡ് m2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r. അപ്പൊ അവര് തമ്മിലുള്ള ഫോഴ്സ് ആണ്, ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സസ് ആണ് ഈ എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ജി ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ആർ സ്ക്വയർ ബൈ m1 m2 ആണ്. അപ്പോ ഇനി ഡയമെൻഷണൽ ഫോർമുല ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് ഇൻറ്റു ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആർ സ്ക്വയർ ബൈ ഡയമെൻഷണൽ ഫോർമുല ഓഫ് m1 ഇൻറ്റു ഡയമെൻഷണൽ ഫോർമുല ഓഫ് m2. ഈ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എൽ ടി റേസ് ടു -2. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ സ്ക്വയർ ആണ്. m1ന്റെ എം ഇൻറ്റു എം. ഇനി എന്തൊക്കെയാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്? എം ക്യാൻസൽ ചെയ്ത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അടുത്തെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എം റേസ് ടു -1. എൽ ഇൻറ്റു എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ക്യൂബ് ആണ്. അത് നമുക്ക് എക്സ്പൊണൻഷ്യലായിരുന്നു ലോ ഉണ്ടല്ലോ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അതാണ്. അപ്പോൾ എൽ ഇൻറ്റു എൽ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് എടുത്തു ഇൻറ്റു ടി റേസ് ടു -2 കേട്ടെ. ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ജി. ജിന്റെ പാർട്ടാണ്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താണ്? ബി പാർട്ടാണ്. ബി പാർട്ട് കണ്ടുപിടിക്കേണ്ടത് സർഫസ് ടെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? സർഫസ് ടെൻഷന് ബി പാർട്ട് സർഫസ് ടെൻഷൻ എസ്. അത് നമുക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ യൂസ് ചെയ്താൽ മതി. അത് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എം എൽ ടി റേസ് ടു -2 ബൈ എൽ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് ക്യാൻസൽ ചെയ്യുക? എൽ രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്ത് അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എം ടി റേസ് ടു -2. ഇതാണ് സർഫസ് ടെൻഷന്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി സി പാർട്ട് ഒന്ന് നോക്കിക്കോളൂ. സി പാർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി കെ. അതിന് നമുക്ക് എന്താ? എച്ച് ബൈ ടി ദാറ്റ് ഈസ് ഹീറ്റ് എനർജി പാസിംഗ് ത്രൂ ദി കണ്ടക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടൈംസ് ടെമ്പറേച്ചർ ഡിഫറൻസസ് ബിറ്റ്വീൻ ടു ബൈ ലെങ്ത് എൽ ആൻഡ് ദിസ് ഈസ് ഏരിയ എ. ഇനി കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എച്ച് ബൈ ടി ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു എൽ. എ അതർ സൈഡിന്റെ ഡിനോമിനേറ്ററിലേക്ക് പോയി T1 - T2. ഇത് എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു എൽ ബൈ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, ടി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഏരിയ, എൽ സ്ക്വയർ ഇൻറ്റു ഇത് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കെൽവിൻ. ഇനി എന്താണ് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്? എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് രണ്ട് സൈഡിൽ നിന്നും. ഇനി എന്താണുള്ളത്? കെ എന്ന് പറയുന്നത് എം
ബാക്കി എന്താണുള്ളത് ഇവിടെ? എൽ ഇവിടെ ഉണ്ട്. ഈ ടി ന്യൂമറേറ്ററിലേക്ക് പോയ ടി റേസ് ടു മൈനസ് 1 ആയി. അപ്പൊ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര? ടി റേസ് ടു മൈനസ് 3. കെ മേലേക്ക് പോയാൽ എന്താ? കെൽവിൻ റേസ് ടു മൈനസ് 1. ml ടി റേസ് ടു മൈനസ് 3 കെൽവിൻ റേസ് ടു മൈനസ് 1. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി ലാസ്റ്റ് ആണ് ഡി പാർട്ട്. എന്താണ് ഡിയിൽ എന്താണുള്ളത്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അതിനെന്താ? എഫ് ഈസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി എടുക്കാം കേട്ടോ. അപ്പൊ ഇതില് ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബൈ 6 പൈ ആർ വി. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫ് ബൈ ഈ 6 പൈ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനൊരു ഡയമെൻഷൻ ഫോർമുല ഒന്നുമില്ല. അപ്പൊ ഇൻറ്റു ആർ വി. ഫോഴ്സ് എന്താണ്? ml ടി റേസ് ടു മൈനസ് 2. ആർ എന്താ? എൽ ഇൻറ്റു എൽ ടി റേസ് ടു മൈനസ് 1 കേട്ടോ. ഇനി ക്യാൻസൽ ചെയ്യുന്ന എന്തൊക്കെയാ? എൽ ക്യാൻസൽ ചെയ്ത് ഇനി ബാക്കിയുള്ളത് നമുക്ക് മേലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ മേലേക്ക് എടുത്ത എൽ റേസ് ടു മൈനസ് 1, ടി മേലേക്ക് എടുത്ത ടി, ഇതെന്താ? ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1. ഇതാണ് ഈറ്റ. നമുക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ബുക്ക് എടുത്തിട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് ഫസ്റ്റത്തെ പാർട്ട് ലാസ്റ്റ് തന്നെ ട്രൈ ചെയ്യാം അല്ലേ? എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 1 അത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് എന്താണ്? ml ടി റേസ് ടു മൈനസ് 3 കെൽവിൻ റേസ് ടു മൈനസ് 1 അതും കറക്റ്റ് ആണ്. ഇനി എം ടി റേസ് ടു മൈനസ് 2 അത് കറക്റ്റ് ആണ്. എം റേസ് ടു മൈനസ് 1 എൽ ക്യൂബ് എം റേസ് ടു മൈനസ് 1 എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 2. ഇതാണ് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസിന്റെ ഫസ്റ്റ് പ്രോബ്ലം. താങ്ക് യു.